കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷത്തിലേക്ക് നയിച്ചൊരു വാർത്ത നമ്മൾ ഇതിനോടൊപ്പം കേട്ട് കഴിഞ്ഞ് കാണും. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം സൗദിയിലെ ജയിലിൽ 18 വർഷത്തോളമായിട്ട് ഒരുപാട് വേദനയിലൂടെ ആ കുടുംബം മുഴുവനും കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ആ സഹോദരൻ്റെ അമ്മയുടെ കണ്ണീരൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. 34 കോടിയാണ് ബോച്ചയുടെ നേതൃത്വത്തിൽ ആ സഹോദരൻ്റെ ജീവനാംശത്തിനായിട്ട് കളക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, സൗദിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഡ്രൈവർ, അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ ഭവനത്തിലെ ഒരു മകൻ ആകസ്മികമായിട്ട് കൊല്ലപ്പെടുകയും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. ജീവനാംശമായിട്ട് ഇന്ത്യൻ മണി 34 കോടിയാണ് ആ കുടുംബക്കാർ ചോദിച്ചേക്കണേ. ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നന്മ കാണാൻ സാധിച്ചവരാണ്. വീണ്ടും നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ വാർത്ത നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സ്നേഹമാണ് പങ്കുവെക്കുന്നതെങ്കിൽ ഒരുപാട് നന്മ മറ്റുള്ള ഹൃദയങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഈ വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. സുവിശേഷത്തിൽ ഇന്ന് ഈശോ ചോദിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ആവർത്തനം കൊണ്ട് പത്രോസ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ചോദ്യം വളരെ നിസ്സാരമാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് ഒരുപാട് അസ്വസ്ഥതപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ പിൻഗാമിയായിട്ട് സഭയുടെ തലവനായിട്ട് നിയമിക്കുന്ന ആ ഈ രംഗം ഒരുപാട് ഹൃദ്യത തോന്നുന്ന ഒരു ഭാഗമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ഈശോ ഇന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? മറ്റാരേക്കാൾ അധികമായി, നിൻ്റെ കഴിവിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോ ചോദിക്കുകയാണ്. അത് പല ആവർത്തി ചോദിക്കുന്നുണ്ട്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്, പക്ഷേ ഈശോ അവനെ വീണ്ടെടുക്കുന്നത് ആ 3 ചോദ്യങ്ങളിലൂടെയാണ്. സ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കാനായിട്ട്, ആ സ്നേഹത്തിൻ്റെ ആഴം കണ്ടെത്താനായിട്ട് ആ ചോദ്യങ്ങൾക്ക് സാധിച്ചു. എല്ലാം അറിയുന്നവനാണ് അങ്ങെന്ന് പത്രോസ് ഏറ്റുപറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ സ്നേഹം എന്ന് പറയുന്നത് നൽകാനുള്ളതല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹം വാങ്ങിച്ചെടുക്കാൻ, ലഭിക്കാനുള്ളതാണ്, എനിക്ക് വേണമെന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഒരവസ്ഥ. പക്ഷേ കുരിശിലെ ഈശോ ആ സ്നേഹം പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പത്രോസിനോട് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. സ്നേഹം നമുക്ക് നൽകാൻ പഠിക്കാൻ. സ്നേഹമുള്ളവരെ, നൽകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആ വിശുദ്ധിയും ആ ആഴവും ആ ധന്യതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ആരെക്കാളൊക്കെ അധികമായിട്ട് ഈശോയിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെക്കാളൊക്കെ അധികമായിട്ട് ഈശോനെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ, നമ്മെ തന്നെ മറന്ന് ഈശോനെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് ഈശോയുടെ പ്രിയപ്പെട്ടവനാകുന്നത്, പ്രിയപ്പെട്ടവളാകുന്നത്. നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാം. ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.